ആലുവയിൽ പുതപ്പിൽ പൊതിഞ്ഞ് യുവതിയെ കൊന്ന പെരിയാറിൽ കെട്ടിത്താഴ്ത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവ്. എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒരു തെളിവ് പ്രതി അവശേഷിപ്പിക്കുമെന്നത് ഒരു പതിവ് രീതിയാണ്. എത്രയൊക്കെ ശ്രദ്ധയോടെ കുറ്റകൃത്യം കൈകാര്യം ചെയ്താലും ബാക്കിയാകുന്ന ഇത്തരമൊരു തെളിവ് തന്നെയാണ് കേസിൽ നിർണായകമാകുക. ആലുവ കൊലക്കേസിലും പ്രതികൾ അവശേഷിപ്പിച്ച ഒരു തെളിവ് തന്നെയാണ് കേസിൽ ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്. പുതപ്പിലെ സ്റ്റിക്കറിൽ പതിപ്പിച്ചിരുന്ന ബാർകോഡാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഇതുവഴി പുതപ്പ് വിറ്റ കടയേതെന്ന് കണ്ടെത്താനും പ്രതികളെ തിരിച്ചറിയാനും പോലീസിനായി. കളമശ്ശേരി HMD കവലയിലെ ഒരു കടയിൽ നിന്നാണ് മൃതദേഹം പൊതിഞ്ഞ പുതപ്പ് വാങ്ങിയത്. പുതപ്പ് വിറ്റ കട കണ്ടെത്തിയ പോലീസ് കടയുടമയുടെ മൊഴിയെടുത്തു. വ്യാഴാഴ്ച രാത്രി കാറിലെത്തിയ മലയാളികളായ സ്ത്രീയും പുരുഷനുമാണ് പുതപ്പ് വാങ്ങിയതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാമെന്നും കടയുടമ പറഞ്ഞു. വെളുത്ത പോളോ കാറിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നതെന്ന് കടയുടമ തിരിച്ചറിഞ്ഞിരുന്നു. ആളെ തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ കടയുടമയുടെ സഹായത്തോടെ ഇപ്പോൾ പോലീസ് രേഖാചിത്രം തയ്യാറാക്കുകയാണ്. മൃതദേഹം ഉപേക്ഷിക്കാനായി ഇരുവരും ഇതേ കാറിൽ ആലുവ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കൊലപാതകത്തിന് പിന്നിൽ പെൺവാണിഭ സംഘത്തിന് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസ് മുന്നോട്ട് വെക്കുന്നു. കൊല നടന്നത് ഫെബ്രുവരി 7 തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശാസ്ത്രീയ പരിശോധനയിൽ മൃതദേഹത്തിന് 5 ദിവസത്തെയെങ്കിലും പഴക്കമുണ്ടെന്ന് വ്യക്തമായി. അതുകൊണ്ട് മൃതദേഹം ഒഴുകി വന്നതല്ലെന്നും മറ്റെവിടെ വെച്ചോ കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാകാമെന്നുമാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രി പെരിയാറിൽ മൃതദേഹം പൊങ്ങിയപ്പോൾ തന്നെ കൊലപാതകമെന്ന നിഗമനത്തിലെത്താൻ ആദ്യ കാരണം പൊതിഞ്ഞുകെട്ടിയിരുന്ന ഈ തുണിയാണ്. കൊച്ചിയിലെ വസ്ത്രമൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് സൂചന കിട്ടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പുതപ്പ് വാങ്ങിയവരെ കുറിച്ച് കടയുടമ അബ്ദുൾ അസീസിന്റെ മൊഴിയാണ് നിർണായകമായത്. വിൽപ്പനയ്ക്കുള്ള തുണികളുടെ ബാർകോഡ് ലേബലിൽ ഇതുപോലെ കടയുടമ തന്നെ പേന കൊണ്ട് വില രേഖപ്പെടുത്തും. ഇങ്ങനെ 240 രൂപയെന്ന നീല നിറത്തിലെഴുതിയ പുതപ്പാണ് പെരിയാറിൽ പൊങ്ങിയ മൃതദേഹത്തിനൊപ്പം കണ്ടെത്തിയത്. വാങ്ങാനെത്തിയവർ ആദ്യമെടുത്ത പുതപ്പിനേക്കാൾ വലിയത് ചോദിച്ചു വാങ്ങിയെന്ന് കടയുടമ വെളിപ്പെടുത്തി. ഇത് തന്നെ ഇപ്പോൾ അന്വേഷണത്തിന് പ്രധാന വഴിത്തിരിവാകുന്നത്. ഇരുവർക്കും 30-നും 45-നും ഇടയിൽ പ്രായം വരും. നല്ല മലയാളമാണ് സംസാരിച്ചത്. പെരുമാറ്റത്തിൽ അസ്വാഭാവികമായതൊന്നും തോന്നിയില്ലെന്നും ഇനിയും കണ്ടാൽ തിരിച്ചറിയാമെന്നും അബ്ദുൾ അസീസ് പോലീസിന് മൊഴി നൽകി. ഇവരെത്തിയ കാർ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വാഹനം പോയ വഴികളിൽ നിന്നുള്ള നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആലുവയിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ജില്ലയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘങ്ങളും ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും നിരീക്ഷണത്തിലാണ്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. അന്യ ജില്ലകളിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ ഇത്തരത്തിലെത്തിയവർ ആരെങ്കിലുമാണോ മരിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘങ്ങൾ വ്യാപകമായിട്ടുണ്ടെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. ഈ സംഘങ്ങളിൽപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കുമോ പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കൊച്ചിയിൽ വ്യാപകമായുള്ള വനിതകൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷിക്കുന്നുണ്ട്. രാത്രി വൈകി അടയ്ക്കുന്ന കടയാണിത്. ആദ്യത്തെ പുതപ്പിന് വലിപ്പം കുറവായതിനാൽ മറ്റൊന്ന് ആവശ്യപ്പെട്ടു. രണ്ടാമത്തേത് വിടർത്തി നോക്കി മതിയാകുമെന്ന് സ്ത്രീ കൂടെയുള്ള പുരുഷനോട് പറഞ്ഞു. രാത്രി തുറക്കുന്ന കട അന്വേഷിച്ചിറങ്ങിയ ഇവർ യാദൃച്ഛികമായാണ് ഈ കട കണ്ടത്. മുന്നോട്ട് പോയ കാർ റിവേഴ്സ് എടുത്തു വരുന്നത് CCTVയിൽ കാണാം. നേരത്തെ 40 കിലോ ഭാരമുള്ള കല്ലുമായി മൃതദേഹം ഒഴുകിയെത്താനുള്ള സാധ്യത പോലീസ് തള്ളിയിരുന്നു. വൈദിക സെമിനാരിയുടെ സ്വകാര്യ കുളിക്കടവായ ഇവിടെ പരിചയമുള്ളവർക്ക് എത്താനാകൂ. കുളിക്കാനെത്തിയ വൈദിക വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടത്. ഇവരുടെ മൊഴിയെടുത്തു. കുളിക്കടവിൽ മൃതദേഹം ആദ്യം കണ്ടത് മംഗലശ്ശേരി സെമിനാരിയിലെ വിദ്യാർത്ഥികളായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞ് കല്ലുകെട്ടി പുഴയിൽ താഴ്ത്തിയ നിലയിൽ കണ്ടത്. മൃതദേഹം കടവിൽ ഒഴുകിയെത്തിയതല്ല എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇതിനിടെ യുവതിയുടെ മരണകാരണം ബലപ്രയോഗമല്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലും ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങളില്ല. അതേസമയം യുവതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി പോലീസ് സംശയിക്കുന്നു. ഇക്കാര്യം ഉറപ്പിക്കാൻ ഫോറൻസിക് പരിശോധനയുടെ ഫലം പുറത്തുവരണം. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ യുവതിയുടെ സമ്മതത്തോടെ ആയിരിക്കുമെന്ന് മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. എന്നാൽ ചുരിദാറിന്റെ പാൻസാണ് വായിൽ തിരികിയിരുന്നത്. 25 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതിയുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. കാലുമടക്കിയ ശേഷം മൃതദേഹം പുതപ്പുകൊണ്ട് പൊതിഞ്ഞ് പുറമെ കയർ കൊണ്ട് വരിഞ്ഞു മുറുങ്ങിയ നിലയിലായിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി തുണിയിൽ പൊതിഞ്ഞ് മൃതശരീരം കല്ലുകെട്ടി താഴ്ത്തിയിരിക്കാമെന്നും
കെട്ടുവിട്ടതിനെ തുടർന്ന് ഒഴുകിയെത്തിയതാകുമെന്നും പോലീസ് കണക്കുകൂട്ടൽ. ശരീരം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലിന് 40 കിലോ ഭാരമുണ്ട്. കല്ലിനൊപ്പം കോൺക്രീറ്റിന്റെ ഭാഗങ്ങളുമുണ്ട്. ഇത് എവിടെ നിന്നോ പൊളിച്ചു നീക്കിയതിന്റെ അവശിഷ്ടമാണെന്നാണ് നിഗമനം. ഇത്ര വലിയ കല്ല് കെട്ടിയിട്ടും മൃതദേഹം വെള്ളത്തിന് മീതെ പൊങ്ങിയത് ശക്തമായ അടിയൊഴുക്കിലാണെന്ന് കരുതുന്നു. കരയോട് ചേർന്ന് അടിഞ്ഞുകൂടിക്കിടന്ന ചെടികളുടെ കൊമ്പിൽ മൃതദേഹം കുടുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.